എന്താണ് ഈ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം? അറിയത്തില്ല. അറിയത്തില്ലേ? ഓക്കെ. സോ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ പറയാ, ടെസ്റ്റ് എന്താണ് 5 4ക്കും 5 ഫിലോസഫറും ഉണ്ടെങ്കിൽ ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? 2 പ്രോസസ്സാണ് പെർഫോം ചെയ്യുക, ഈറ്റിങ്ങും തിങ്കിങ്ങും. ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി ഇത് പഠിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഡൈനിങ് ഫിലോസഫർ ഇല്ല? അല്ല, OSL ഒരു ടോപ്പിക് ഓർമ്മയുണ്ട്, പക്ഷെ അത് എടുത്തായിട്ട് ഓർക്കുന്നില്ല. എടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. സോ ഇതില് ആ പ്രോസസ് സിൻക്രണൈസേഷന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ 5 ഫിലോസഫറും 5 ഫോക്സും ആണ് ഉള്ളതെന്ന് വെച്ചോ. ഒരു ഫിലോസഫറിന് ഈറ്റ് ചെയ്യാൻ ഹി നീഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോക്സ്. ഓക്കെ. സോ ഇത് ആ സിൻക്രണൈസേഷന്റെ കാര്യം പറയാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഫിലോസഫറിന് കഴിക്കാൻ ഹി നീഡ് എന്താണ് 2 ഫോക്കാണ് നമുക്ക് ആവശ്യം. സോ ഇറ്റ് മീൻസ് എന്താണ്, ഒരു ഫിലോസഫർ ലെഫ്റ്റ് എടുത്തിട്ട് ഒരു ഫിലോസഫർ ലെഫ്റ്റ് എടുത്തു എന്ന് വെച്ചോ, ലെഫ്റ്റ് ഫോർക്ക് എടുത്തു. ദെൻ നെക്സ്റ്റ് ഫിലോസഫർ അയാളുടെ ലെഫ്റ്റിലുള്ള അപ്പുറത്തെ സൈഡിലുള്ള ഫിലോസഫറും ലെഫ്റ്റിലുള്ള ഫോർക്ക് എടുത്തു എന്ന് വെച്ചോ. അപ്പം ഇവിടെ ഈ ഫിലോസഫറിനും കഴിക്കാൻ പറ്റില്ല, ഈ ഫിലോസഫറിനും കഴിക്കാൻ പറ്റില്ല. റീസൺ എന്താണ്? ഇറ്റ് വെയിറ്റ്സ് ഫോർ ഇറ്റ്സ് റൈറ്റ് ഫോക്ക്. റൈറ്റ് ഫോക്ക് എന്ന് പറയുന്നത് ഈ ഫിലോസഫർ ആയിരിക്കും ഹോൾഡ് ചെയ്യാം. അങ്ങനെ പഠിച്ചതായിട്ട് ഓർമ്മയില്ല ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം. ഇവിടെ ഉദ്ദേശിക്കുന്നത് this 5 which represent the process and this which represents the resources. 5 philosophers എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ് ആണ്, ആൻഡ് 5 റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ 5 ഫോർക്ക് എന്ന് പറയുന്നത് എന്താണ്? റിസോഴ്സസ് ആണ്. ഓക്കെ. സോ ഇഫ് ദേ ആർ ഇൻ ഒരു പെർട്ടിക്കുലർ റൗണ്ട് ടേബിൾ ആണെന്ന് വെച്ചോ, സോ എന്ത് ചെയ്യും, ഒരു ഫിലോസഫറിന് ഇഫ് 2 പ്രോസസ് ആണ് പെർഫോം ചെയ്തത്, ഈറ്റും തിങ്കിങ്ങും. ഈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി നീഡ് 2 ഫോക്സ്, ബോത്ത് ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, ബോത്ത് ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആവശ്യമാണ്. ഓക്കെ. അപ്പം ഇപ്പം ഈ എല്ലാ ഫിലോസഫേഴ്സും ലെഫ്റ്റിലുള്ള ഫോർക്ക് എടുത്തിട്ട് റൈറ്റിനുള്ള ഫോർക്കിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ എന്തായിരിക്കും? ഇറ്റ് വെയിറ്റ്സ് അല്ലെ. ഒരു ഫിലോസഫറിനും ആ പ്രോസസ് എന്താണെന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല. all the process needs to wait there. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? അതെ. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നില് എന്താണ്, ഫിലോസഫർ കഴിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 2 ഫോർക്ക് ഫ്രീ ആണെങ്കിൽ മാത്രമേ കഴിക്കാൻ അലോ ചെയ്യാവൂ. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഫോർക്ക് എടുത്തിട്ട് ഒരെണ്ണത്തിന് വെയിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഫ്രീ ആണെങ്കിൽ മാത്രമേ ആ ഫിലോസഫറിന് ആ ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സിന് 2 റിസോഴ്സസ് ഫ്രീ ആണെങ്കിൽ മാത്രമാണ് എന്ത് ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ദിസ് ഇസ് വാട്ട് ദി ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം. ഓക്കെ. സോ അതുപോലെ തന്നെയാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം വരുന്നത്. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇപ്പം 2 ആക്ഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുക. ദാറ്റ് ഈസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള ടാസ്ക് ആയിരിക്കും പെർഫോം ചെയ്യുക. പ്രോസസ് നീഡ്സ് ടു പെർഫോം റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ. സോ ഇതില് ഒരു പ്രോസസ് റീഡ് ചെയ്യുമ്പോൾ, അതായത് റീഡിങ്ങോ റൈറ്റിങ്ങോ വന്നു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒറ്റ ഒരു പ്രോസസ്സിനെ ആ ആക്ഷൻ പെർഫോം ചെയ്യാം. only one particular process can enter into എന്താണ്? എക്സ്ക്ലൂസീവ്ലി യൂസ് റീഡിങ് ഓർ റൈറ്റിംഗ്. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് നേരം ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? റീഡിംഗ് എന്ന് പറയുമ്പോൾ റിസോഴ്സസിൽ മോഡിഫിക്കേഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. സോ ദാറ്റ് എന്താണ്, എത്ര പ്രോസസ്സ് വരുവാണെങ്കിലും റീഡിംഗിൽ നിന്നുള്ള ടാസ്കിനെ നമുക്ക് എന്തായിട്ട് വെക്കാം? ഷെയർഡ് ആക്സസ് കൊടുക്കാം. റീഡിംഗ് ഷെയർഡ് ആക്സസ് കൊടുക്കാം.
വൈറസ് റൈറ്റിംഗിന് മാത്രം നമുക്ക് എന്ത് കൊടുത്താൽ മതി? എക്സ്ക്ലൂസീവ് ആക്സസ്. ദാറ്റ് ഈസ് ഇഫ് വൺ പ്രോസസ് ട്രൈസ് ടു റൈറ്റ്, ഇറ്റ് ഈസ് എന്താണ്, അതിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് റൈറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുക. ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, അതായത് നമ്മുടെ ക്രിട്ടിക്കൽ സെക്ഷൻ പോലെ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രം അടുത്ത പ്രോസസ്സ് വരുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് എ ചാൻസ് ഫോർ റൈറ്റിംഗ്. ഓക്കെ, സോ ഇതാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൽ വരുന്നത് എന്താണ്? ഇഫ് മൾട്ടിപ്പിൾ യൂസേഴ്സ് റീഡിംഗ് പെർഫോം ചെയ്യാൻ വരുവാണെങ്കിൽ എത്ര യൂസേഴ്സ് വന്നാലും റീഡിനുള്ള ആക്സസ് പെർമിഷൻ കൊടുക്കുക. റീസൺ, റിസോഴ്സസിൽ മോഡിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. ബട്ട് റൈറ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ ദ റിസോഴ്സസിൽ അല്ലെങ്കിൽ എന്താണ് ആ ഫയൽ, എന്താണ് ഫയൽ, ആ ഫയലിൽ മോഡിഫിക്കേഷൻ വരെയാണ് ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് അവർ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് അലോ അറ്റ് എ ടൈം വി ക്യാൻ അലോ only one process to enter into that particular critical section, that is for writing that file. Okay, clear ആണോ? അത് ക്ലിയർ ആണോ റീഡേഴ്സ് റൈറ്റേഴ്സ്? അതെ. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു പ്രോബ്ലം ആണ് പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോബ്ലം. സോ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസസ് ആൻഡ് കൺസ്യൂമർ എന്താണ്? കൺസ്യൂം ചെയ്യും. ഓക്കെ, സോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു ബഫർ ഉണ്ട് വെച്ചോ. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസസ് ഡാറ്റ ഇൻ ടു ദ ബഫർ. ഓക്കെ, കൺസ്യൂമർ എന്ത് ചെയ്യും? ഈ ഡാറ്റയെ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. ഓക്കെ, സോ ഇതില് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടീഷൻ വെക്കാം. അതായത് എപ്പോ വരെ പ്രൊഡ്യൂസ് ചെയ്യണം? ബഫർ ഫുൾ ആവുന്ന വരെ പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ദ ഡാറ്റ. അതുപോലെ കൺസ്യൂമറിന് എന്ത് കൺസ്ട്രെയിൻ വെക്കാം? അതായത് ബഫർ എംപ്റ്റി ആവുന്ന വരെ കൺസ്യൂം ചെയ്യാം. ഓക്കെ, സോ ആ കേസസിൽ ഇറ്റ് നീഡ്സ് ടു വെയിറ്റ്. സോ ദിസ് ഇസ് ടേംഡ് ആസ് എന്താണ്? ബൗണ്ടഡ് ബഫർ പ്രോബ്ലം. ബൗണ്ടഡ് ബഫർ പ്രോബ്ലം. Okay, so the next is about deadlock. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചേട്ടാ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ഡെഡ്ലോക്ക്. So what is a deadlock? What is a deadlock? Deadlock എന്താണ്? മാധവ്? അതൊരു സിറ്റുവേഷൻ, അതിനകത്തൊരു പ്രോസസ്സ് വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. വേറെ പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിന്റെ റിസോഴ്സ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ എന്താണ്? ബ്ലോക്ക് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെഡ്ലോക്ക് എന്ന് പറയും. അതായത് ഒരു പ്രോസസ് P1 എന്നൊരു പ്രോസസ് ഇറ്റ് ഹോൾഡ്സ് എന്താണ്? റിസോഴ്സ് R1നെ ഹോൾഡ് ചെയ്തിട്ട് ഇറ്റ് വെയിറ്റ്സ് ഫോർ ഏതാണ്? R2. Similarly, process P2 holds resource R2 and waits for R1. അപ്പം ഇതില് പ്രോസസ് P1 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, പ്രോസസ് P2 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അൺടിൽ പ്രോസസ് P1 എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? R1 കിട്ടിയാലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. P2 എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? R2 കിട്ടിയാലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ കണ്ടീഷനിൽ എന്താണ്? ബോത്ത് ദ പ്രോസസ് ഡസ് നോട്ട് എക്സിക്യൂട്ട്. ഓക്കെ, സോ ഈ ഒരു ബ്ലോക്കിംഗ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെഡ് ലോക്ക് എന്ന് പറയും. ഓക്കെ, സോ ഡെഡ് ലോക്കിനെ നോർമലി നമ്മൾ ഒരു അലൊക്കേഷൻ ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഗ്രാഫ് ഇസ് ടേംഡ് ആസ് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ്. That graph is termed as resource allocation graph. Resource allocation graph R, or otherwise we can say it as RAG. Okay, so here we have എന്താണ്? ആ edges നെ നമുക്ക് എന്ത് പറയാം?
മൂന്ന് ടൈപ്പ് ഓഫ് എഡ്ജസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് അസൈൻമെന്റ് എഡ്ജ്, റിക്വസ്റ്റ് എഡ്ജ്, and third is claim edge. Three type of edges are there: assignment edge, request edge, and claim edge. Assignment edge എന്ന് പറയുന്നത് if a resource is allocated to a particular process. Okay, ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിന് അലോട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് അസൈൻമെന്റ് എഡ്ജ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഫ്രം റിസോഴ്സ് ടു പ്രോസസ്. The edges between resource to process, which means എന്താണ്, this resource is allotted for this process. Okay, so such an edge is termed as assignment edge. Okay, so similarly request edge എന്ന് പറയുമ്പോൾ if a process request for a resource, so edge is from എന്താണ്, process to resource. Okay, then claim edge എന്ന് പറയുന്നത് normally it is marked as dotted linesലായിരിക്കും മാർക്ക് ചെയ്യുക from process to റിസോഴ്സസ് ആണ്. അതായത് ഇൻ ഫ്യൂച്ചറിൽ ദിസ് പ്രോസസ് മേ റിക്വസ്റ്റ് ദിസ് പെർട്ടിക്കുലർ റിസോഴ്സ്. ഓക്കെ, സോ അങ്ങനെ 3 എഡ്ജസിലായിരിക്കും നമ്മുടെ റെപ്രസെന്റേഷൻ വരുന്നത്: അസൈൻമെന്റ് എഡ്ജ്, റിക്വസ്റ്റ് എഡ്ജ് ആൻഡ് ക്ലെയിം എഡ്ജ്. ഓക്കെ, സോ ഈ ഗ്രാഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഫോംസ് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം there exists a deadlock. ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡെഡ്ലോക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? ഇഫ് ഇറ്റ് ഫോം സൈക്കിൾസ് ആണെങ്കിൽ, ഗ്രാഫ് ഇഫ് ഇറ്റ് ഫോം സൈക്കിൾസ് ആണെങ്കിൽ then we say there exists a deadlock, or otherwise there is no deadlock. Is it clear? Clear ആണോ അത്? അതെ. Okay. So this is about resource allocation graph. Okay. Now next comes the necessary condition for deadlock. Necessary condition for deadlock. Necessary condition for deadlock. First is mutual exclusion. Second is hold and wait. Third is circular wait. And fourth is no preemption. What is mutual exclusion? What is mutual exclusion? അറിയില്ല. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിംഗിന്റെ കേസ്, only one process exclusively use that particular resource. റൈറ്റിംഗ് എന്നുള്ള ആക്സസ് പെർമിഷൻ ഒറ്റ ഒരു പ്രോസസ്സിനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം only one process can use the resource. So that is termed as mutual exclusion. Okay, hold and wait എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു പെർട്ടിക്കുലർ പ്രോസസ് ഇറ്റ് ഹോൾഡ്സ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അനദർ റിസോഴ്സ് വിച്ച് ഇസ് ഹോൾഡഡ് ബൈ അനദർ പ്രോസസ്. Okay, so that condition is termed as hold and wait. Then circular wait. Circular wait എന്ന് പറയുമ്പോൾ ഈ ഹോൾഡ് ആൻഡ് വെയിറ്റ് തന്നെ ഇൻ ടേംസ് ഓഫ് എന്താണ്, സർക്കിളിലുള്ള 4 പ്രോസസ് ഇങ്ങനെ മാറി മാറി എന്താണ് ഒരെണ്ണത്തിനെ ഹോൾഡ് ചെയ്തിട്ട് ഒരെണ്ണത്തിന് വെയിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോ പ്രിയംഷൻ എന്ന് പറയുമ്പോൾ ദ റിസോഴ്സ് കനോട്ട് ബി പ്രിയംപ്റ്റഡ്. റിസോഴ്സിനെ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ പറ്റില്ല. So these are the conditions for deadlock. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും there arises a deadlock. Okay. Okay, so the next is deadlock prevention. Deadlock prevention. Deadlock prevention. Deadlock prevention. First case എന്താണ്,
ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡെഡ്ലോക്കിന്റെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ഡെഡ്ലോക്ക്. കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം മിസ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ് എ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് മാത്രമേ ഒരു റിസോഴ്സിനെ യൂസ് ചെയ്യാവൂ. ഓക്കെ, സോ അതിനെ നമുക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ, അതായത് റീഡ് ഓൺലി ആക്സസ് വരുന്ന കേസസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷെയറബിൾ റിസോഴ്സസ് ആയിട്ട് മാറ്റാം. ഓക്കെ, ഷെയറബിൾ റിസോഴ്സസിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഷെയറബിൾ റിസോഴ്സസ് സച്ച് പ്രിന്റർ ഒക്കെ നമുക്ക് ഷെയറബിൾ റിസോഴ്സസ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ മാർക്കറ്റ് എന്താണ്? ഷെയറബിൾ റിസോഴ്സസ്. ഓക്കെ, സോ സിമിലർലി ഹോൾഡ് ആൻഡ് വെയിറ്റിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ പ്രോസസ് റിക്വസ്റ്റ് എ റിസോഴ്സ്, ഒരു പ്രോസസ് ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് റിലീസ് ഓൾ ദി റിസോഴ്സസ് ഇറ്റ് ഹോൾഡ്. ഒരു പ്രോസസ് ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ് അഡീഷണലി ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ദാറ്റ് വി ക്യാൻ പ്രിവെന്റ് എന്താണ്? ദി ഡെഡ്ലോക്ക്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനെയും പ്രോസസ്സിനെയും റിസോഴ്സിനെയും നമുക്ക് നമ്പർ ചെയ്യാം. പ്രോസസ്സിനെയും റിസോഴ്സിനെയും നമ്പർ ചെയ്തിട്ട് ഒരു പ്രോസസ് P1 R1 ആണെങ്കിൽ എ പ്രോസസ് റിക്വസ്റ്റ് ചെയ്യുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് വിച്ച് മസ്റ്റ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ദാറ്റ്, അതിന്റെ നമ്പർ. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം? അതിലൊരു സൈക്കിൾ ഫോം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് നോ പ്രിയംഷൻ. ഇതില് നോ പ്രിയംഷന് നമുക്ക് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാം? ഇഫ് എ പ്രോസസ് റിക്വസ്റ്റ് ഫോർ എ റിസോഴ്സ്, നമുക്ക് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാം? ആ റിസോഴ്സസ്, അതായത് ഒരു പ്രോസസ് റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന റിസോഴ്സിനെ പ്രിയംപ്റ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഈ പ്രോസസ്സിന് ഇത് അലോട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു സം എക്സ്റ്റെന്റ് വി ക്യാൻ പ്രിവെന്റ് ദി ഡെഡ്ലോക്ക്. ചില കേസസിൽ എല്ലാ റിസോഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കേസസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Okay, so this is about deadlock prevention. So the next is deadlock avoidance. Deadlock avoidance. Okay, so deadlock avoidance normally നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം. ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ, സോ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് എന്താണ് ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് യൂസ് ചെയ്യുന്ന അൽഗോരിതം ഏതാണെന്ന്. അല്ലെങ്കിൽ ബാങ്കേഴ്സ് അൽഗോരിതം ഇസ് യൂസ് ടു അവോയ്ഡ് ആണോ പ്രിവെന്റ് ആണോ, എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് ആണ്. സോ ഈ ബാങ്കേഴ്സ് അൽഗോരിതം ഇസ് യൂസ് ടു ചെക്ക് വെദർ ദ സിസ്റ്റം ഇസ് ഇൻ സേഫ് ഓർ അൺസേഫ് സ്റ്റേറ്റ്. സേഫ് ഓർ അൺസേഫ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതില് ശരിക്കും മൊത്തം എത്ര റിസോഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര നീഡ് ഉണ്ട്, എത്ര മാക്സിമം അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് നീഡ് ഷുഡ് ബി ഓൾവേസ് എന്തായിരിക്കണം? മാക്സിമം അലോട്ടഡ് റിസോഴ്സസ്, മാക്സിമം അലോട്ടഡ് മൈനസ് ലൊക്കേഷൻ. മാക്സിമം അലോട്ടഡ് മൈനസ് ഇപ്പൊ നമുക്ക് എത്ര ആവശ്യമുണ്ട് അലോക്കേറ്റ് ചെയ്യണം. അതാണ് നീഡ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ ഉള്ളത്?
Is it clear? കുഴപ്പമില്ല. ഓക്കെ. ഇനിയുള്ളതെന്ന് പറയുന്നത് ഡെഡ്ലോക്ക് റിക്കവറി. സോ ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്. റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് എന്താണ്, ഇഫ് ഇറ്റ് ഫോംസ് സൈക്കിൾസ് ആണെങ്കിൽ വി ക്യാൻ ഡിറ്റക്ട് എന്താണ് ഡെഡ്ലോക്ക്, ഓർ അതർവൈസ് ഇറ്റ് ഇസ് നോട്ട്. ഓക്കെ. സോ ഡെഡ്ലോക്ക് റിക്കവറി, it has എന്താണ് പ്രോസസ് ടെർമിനേഷൻ or resource preemption. ഓക്കെ. സോ അതായത് ഒരു ഡെഡ് ലോക്ക് വരുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് ദാറ്റ് ഈസ് പ്രോസസ് ടെർമിനേഷൻ ആൻഡ് റിസോഴ്സ് പ്രിയംഷൻ. ഓക്കെ. സോ പ്രോസസ് ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ എന്ത് ചെയ്യാം, ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സിനെയും ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ഓൾ ദ പ്രോസസ്. ഓക്കെ. ടെർമിനേറ്റ് ഓൾ ദ പ്രോസസ്. ഡെഡ് ലോക്കിനെ റിക്കവർ ചെയ്യാം, ടെർമിനേറ്റ് ഓൾ ദ പ്രോസസ്, ഓർ അതർവൈസ് എന്താണ് ടെർമിനേറ്റ് പ്രോസസ് 1 by 1 അൺടിൽ എന്താണ് ഡെഡ് ലോക്ക് റിക്കവർ ആവുന്നുണ്ടോ നോക്കാം. ഓരോ പ്രോസസ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്ത് നോക്കാം, ഡെഡ് ലോക്ക് റിക്കവർ ആവുന്നുണ്ടോ നോക്കാം. അൺടിൽ ദ ഡെഡ് ലോക്ക് ഇസ് റിക്കവർ, അതുവരെ ഓരോ പ്രോസസ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാം. Okay, so these are the two methods in process termination. And resource termination, resource preemption എന്ന് പറയുമ്പോൾ റിസോഴ്സ് ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിനെ സെലക്ട് ചെയ്യാം, സെലക്ട് ബിറ്റ് ഏതെങ്കിലും ഒരു റാൻഡംലി ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യാം ആൻഡ് ആസ്ക് ദ പ്രോസസ് ടു റിലീസ് ഓൾ ദ റിസോഴ്സസ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എടുത്തിട്ട് അതിൽ ആ പ്രോസസ്സിനെടുത്ത് എല്ലാ റിസോഴ്സസിനെയും റിലീസ് ചെയ്യാൻ പറയും. ഓക്കെ. സോ ദിസ് ഇസ് അബൌട്ട് ഡെഡ് ലോക്ക്. ഇതില് ഒരു ഇക്വേഷൻ നോട്ട് ചെയ്യാം, ദാറ്റ് ഈസ് ടോട്ടൽ റിക്വയർമെന്റ്സ് ഇസ് ഈക്വൽ ടു, ഓപ്പൺ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ റിക്വയർമെന്റ്സ് മസ്റ്റ് ബി ലെസ് ദാൻ ടോട്ടൽ number of process plus total number of resources. Total number of resources. Okay, so take down a question. Consider a system having n resources of same type, These resources are shared by three processes A, B, and C, which need a peak demand of 3, 4, and 6 respectively. Find the number of resources for a deadlock-free system. Find the number of resources for a deadlock-free system. So, എന്താ തന്നിട്ടുള്ളത് ഇതില്? എന്താണ് തന്നിട്ടുള്ളത്?
What about given data? Joseph? Joseph? ഹലോ മിസ്സേ, പറഞ്ഞു. 3 റിസോഴ്സസ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. 3 റിസോഴ്സ് ആണോ തന്നിട്ടില്ല? 3 പ്രോസസ് ആണ്. പ്രോസസ് അത് ഷെയർഡ് ആണ് തന്നിട്ടുണ്ട്. റിസോഴ്സ് ഷെയർഡ് ബൈ ദ 3 പ്രോസസ് ആണ്. ഓക്കെ, അതായത് തന്നിട്ടുള്ള സിസ്റ്റത്തില് n റിസോഴ്സസ് ഉണ്ട്. ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇറ്റ് ഹാസ് n റിസോഴ്സസ്. ഓക്കെ, ആൻഡ് 3 പ്രോസസ് B, A, B and C. ഓക്കെ, സോ 3 പ്രോസസ് തന്നിട്ടുണ്ട്. പ്രോസസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോസസ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, സോ ആ 3 പ്രോസസ്സിനുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ റിക്വയർമെന്റ്സ്. റിസോഴ്സസ് എത്രണ്ണം വേണം? ടോട്ടൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് 3, 4 and 6. ഓക്കെ, സോ അപ്പൊ ടോട്ടൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 3 + 4 + 6 which is equal to 13. ഓക്കെ, സോ നമ്പർ ഓഫ് റിസോഴ്സസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് റിസോഴ്സസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Okay, so we can substitute this in the equation. Condition എന്താണ്? The total requirements must be less than total number of process plus total number of resource. So the total number of process is 3 plus n. Total number of resource എന്താണ്? n. So we need to find the value of n. Okay, so what's the value? ഇപ്പുറത്തെടുക്കാം. So it becomes 13 less than n, 10 less than n. So n is greater than 10. Okay, so n greater than 10 ആയിട്ട് വരുന്ന വാല്യൂ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടോട്ടൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സോറി, ടോട്ടൽ റിസോഴ്സസ് എത്ര എണ്ണം ഉണ്ടാവണം? വിച്ച് മസ്റ്റ് ബി ഈ n-നെക്കാട്ടിലും കൂടുതലുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇപ്പം ഓപ്ഷൻ എ വിച്ച് ഇസ് ഗിവൻ as 9, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 12 ആണെങ്കിൽ ഇവിടെ 10-നെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 11ഉം 12ഉം ആണ്. ഓക്കെ, സോ അതിൽ ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന വാല്യൂവിനെ സെലക്ട് ചെയ്യാം. സോ ദാറ്റ് ഇസ് n equal to 11. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഒന്നുകൂടെ പറയാം. ഇപ്പം ഇതില് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇക്വേഷൻ എന്നെ ഒന്നും മനസ്സിലായില്ല. n എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നോക്ക്. ഫസ്റ്റ് n ഇപ്പുറത്തെടുത്തു, 3 ഇങ്ങോട്ട് എടുത്തപ്പോ എന്താണ്? 13 - 3 which is equal to 10. 10 less than n. 10 less than n എന്നുള്ളതിനെ നമുക്ക് നേരെ തിരിച്ച് ഇങ്ങനെ എഴുതുവാണെങ്കിൽ എന്താണ്? n should be greater than 10 അല്ലേ? അപ്പം ശരിക്കും the number of resource must be greater than 10 ആയിരിക്കണം in order to have എന്താണ്? deadlock free system. In order to have a deadlock free system, the number of resource must be greater than 10 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് 11ഉം 12ഉം പറ്റത്തില്ല. 11ഉം 12ഉം ഗ്രേറ്റർ ആണ്. അപ്പം ഇതിലുള്ളതിൽ മിനിമം കൗണ്ട് എടുക്കാം. അപ്പൊ ഇതിലുള്ളതില് മിനിമം കൗണ്ട് എടുക്കാം. ഗ്രേറ്റർ ദാൻ 10 ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റിൽ മിനിമം കൗണ്ട് എടുക്കാം. സോ ഇഫ് ഇറ്റ് ഇസ് ഫോർ റിസോഴ്സ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ മിനിമം കൗണ്ട് എടുക്കാം. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇഫ് ഇറ്റ് ഇസ് ഫോർ റിസോഴ്സ് ആണെങ്കിൽ മിനിമം കൗണ്ട് സെലക്ട് ചെയ്യാം. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ മിനിമം കൗണ്ട് എടുക്കുക.
Okay? Is it clear? ഇതേ ഇത് if it is asked for process ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ മാക്സിമം കൗണ്ട് എടുക്കുക. നോട്ട് ചെയ്ത് വെക്കുക. പ്രോസസ് കൗണ്ട് മീൻസ് എന്താണ്? സെലക്ട് മാക്സ് കൗണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഇസ് റിസോഴ്സ് ആണെങ്കിൽ അതിന്റെ മിനിമം കൗണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, is it clear? Clear. Okay, so take to the next question. There are 6 tape drives. There are 6 tape drives. 6 tape drives, bracket resources. Each process needs 3 resources. There are 6 tape drives resources. Each process has 3 resources. How many there are 6 tape drives resources. Each process has 3 resources. Each process has 3 resources. How many processes are there to avoid deadlock? How many processes are there to avoid deadlock? Option A 1, option B 2, option C 3, option D 4. Okay, so now ഇവിടെ given data എന്താണ്? Given data എന്താണ് തന്നിട്ടുള്ളത്? Total resources തന്നിട്ടുണ്ടോ? Number of resources, total requirements അറിയില്ല നമുക്ക്, പ്രോസസ് അറിയില്ല. Number of resources തന്നിട്ടുണ്ട്, എന്താണ്? 6. There are 6 tape drives ആണ്. Okay, so given equation നമുക്കറിയാം എന്താണ്? Total requirement less than number of process plus number of resources ആണ്. Okay, so ഇതില് one condition തന്നിട്ടുണ്ട്, എന്താണ്? Each process has 3 resources. ഓരോ പ്രോസസ്സിനും എത്ര റിസോഴ്സസ് ആവശ്യമുണ്ട്? 3 resources ആവശ്യമുണ്ട്. Okay, so we can take എന്താണ്? Let P be the number of resources. ഓരോ പ്രോസസ്സും എത്ര റിസോഴ്സസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. So let P be the resources. P be the resources. So മൊത്തം 3 പ്രോസസ് ഉണ്ടെങ്കിൽ അപ്പം എത്ര റിസോഴ്സസ് ആവശ്യമുണ്ട്? 3 into P resources. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റിക്വയർമെന്റ്സ് കിട്ടും. ഓക്കെ, is it clear? Is it clear? Yes, ma'am. ഓക്കെ, ഓരോ പ്രോസസ് എടുക്കുന്ന റിസോഴ്സസിനെ നമ്മൾ പി ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഓരോ പ്രോസസ്സിനും എത്ര റിസോഴ്സസ് വേണം? 3 resources. ഓക്കെ, അപ്പൊ ഓരോ പ്രോസസ് എടുക്കുന്ന റിസോഴ്സസിനെ പി എന്ന് മാർക്ക് ചെയ്തു. സോ 3 into P be the total requirements. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ റിക്വയർമെന്റ്സ് ഇസ് P, 3P less than the process, let the process be P plus the resources be 6.
The total number of resources be 6. So ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? 3p minus p ഇപ്പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3p minus p less than 6. So it is എന്താണ്? 2p less than 6. So p less than 6 divided by 2, which is equal to 3. P less than 3. Okay. The number of process is less than 3. Okay. So process count ആണെങ്കിൽ എന്താ സെലക്ട് ചെയ്യേണ്ടത്? Process count means എന്താ സെലക്ട് ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാക്സിമം കൗണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻ p ലെസ് ദാൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വാല്യൂസ് ആയിരിക്കും വരുന്നത്? 1 ഉം 2 ആണ് അല്ലെ? ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 1 ഉം 2 ആയിരിക്കും വരുന്നത്. അതിന്റെ മാക്സിമം കൗണ്ട് എന്താണ്? 2. സോ ഓപ്ഷൻ B is the right answer. Okay, is it clear? Is it clear? Clear ആണ്. കോംപ്രിഹെൻസീവ് ബോർ അടിക്കുന്നുണ്ടോ? ആദ്യമായിട്ട് ചില കാര്യമൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനത്തെ. ആക്ച്വലി ഇത് ശരിക്കും കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കോംപ്രിക്ക് വരാറില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. ബട്ട് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ ഇതിന് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. ഉള്ളതിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. ഉള്ളതിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. നോർമലി ഡെഡ് ലോക്ക് ഒക്കെ വരുമ്പോൾ ഡെഡ് ലോക്ക് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഒന്നിൽ ഈ ഡെഡ് ലോക്ക് അവോയ്ഡൻസിന്റെ കേസ്, അങ്ങനത്തെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ സബ്ജക്ട് കോളേജിൽ നിന്നാണോ നടത്തുന്നത് അതോ മറ്റേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണോ? ആക്ച്വലി യൂണിവേഴ്സിറ്റി ആണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യാറ്. ഇതുവരെ അങ്ങനെയായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 50-50 ആണ്. അതായത് 50 മാർക്സ് എക്സ്റ്റേണൽ ആൻഡ് 50 മാർക്സ് എന്താണ്? ഇന്റേണൽ ആണ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, അത് പുറത്തുനിന്ന് ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യാറ്. അതൊരു 50 മാർക്സ് പ്ലസ് 50 മാർക്സ് എന്ന് പറയുന്നതാണ് ഈ MCQ. എക്സ്റ്റേണൽ എന്ന് പറയുന്നതാണ് യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഈ MCQ. ഓക്കെ, MCQ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നല്ലോ അല്ലെ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്? ഓക്കെ, അത്രയ്ക്കും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇത് ജസ്റ്റ് ആ തിയറി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ നെഗറ്റീവ് മാർക്സ് ഇല്ല. അപ്പൊ നെഗറ്റീവ് മാർക്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് സോൾവ് ചെയ്യാം. An OS has 13 tape drives. An OS has 13 tape drives. There are three processes. P1, P2 and P3. The maximum requirement of P1 is 11. The maximum requirement of P1 is 11. The maximum requirement of P1 is 11. And the maximum requirement of P1 is 11. P2 is 5. And P3 is equal to 8. Currently, P1 is allocated 6 tape drives. P2 is 3 tape drives. Currently, P1 is allocated 6 tape drives. P2 is 3 and P3 is
2 tape Today's drives. football matches. Which of the following sequence represents safe state? Which of the following sequence Today's represents Copa safe America state? match. Option A, P2, P1, P3. Option B, P2, P3, P1. Option C, P1, P2, P3. Option D, P1, P3, P2. എന്താ ചോദിച്ചിട്ടുള്ളത് നമുക്ക്? എന്താണ് തന്നിട്ടുള്ളത്? ഇത് ശരിക്കും നമ്മുടെ ബാങ്കേഴ്സ് അൽഗോരിതം ആണ്. ഓക്കെ, സോ എന്താണ് തന്നിട്ടുള്ളത്? ഇതിന് എന്താ മനസ്സിലാവുന്നത്? Today's Euro Cup match. അഞ്ജലി, മിസ്സേ എന്താണ് തന്നിട്ടുള്ളത്? ഡാറ്റ എന്താ തന്നിട്ടുള്ളത്? എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 13 ടേപ്പ് ഡ്രൈവേഴ്സ് ഉണ്ട്, ഉം. 3 പ്രോസസ്സ് P1, P2, P3. P1ന്റെ മാക്സിമം റിക്വയർമെന്റ് എന്ന് പറഞ്ഞ 11, P2ന്റെ 5, P3യുടെ 8. ഓക്കെ, സോ ടോട്ടൽ ടേപ്പ് ഡ്രൈവ്സ് തന്നിട്ടുണ്ട്. എന്താണ്? 30 Portugal. ഡ്രൈവ്സ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 30. ഓക്കെ, ഇനി എന്താ തന്നിട്ടുള്ളത്? ഇതിന്റെ മാക്സിമം റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. ഓരോ പ്രോസസ്സിന്റെയും മാക്സിമം റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. P1ന്റെ 11 ആണ്, P2യുടെ എന്താണ്? 5, P3യുടെ 8. ഇനി മാക്സിമം റിക്വയർമെന്റ്സ് 5, 8, 10. ഓക്കെ, അലോട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്? അലക്കേറ്റ് ചെയ്തിട്ടുള്ളത് എത്രയാണ്? P1ന് 6, P2ന് 3, P3ക്ക് 2. ഓക്കെ, സോ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നീഡ് എന്താണ്? മാക്സിമം റിക്വയർമെന്റ് മൈനസ് എന്താണ് അലക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓരോ പ്രോസസ്സിനും എത്ര ടേപ്പ് ഡ്രൈവ്സ് വേണം എന്നുള്ളത് നമുക്ക് ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഓരോ പ്രോസസ്സിനും എത്ര ടേപ്പ് ഡ്രൈവ്സ് വേണം എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇനി എത്രയാണ് ആവശ്യം എന്നുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിന്റെ മാക്സിമം റിക്വയർമെന്റ് മൈനസ് അതിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ദ നീഡ് ഓഫ് ദ ഫസ്റ്റ് പ്രോസസ് ഇസ് 5, സെക്കൻഡ് 5 - 3 which is equal to 2, ആൻഡ് എന്താണ്? P3യുടെ എന്താണ്? 6. Is it clear? ക്ലിയർ ആണോ അത്? ഓക്കെ, നൗ ഇതിന് ഇത് ഇത്രയും നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്? മൊത്തം നമുക്ക് എത്ര ഡ്രൈവ്സ് ഉണ്ട്? 13 ഉണ്ട്. മൊത്തം എത്ര ടേപ്പ് ഡ്രൈവ്സ് ഉണ്ട്? 13 ഉണ്ട്. 13ല് എത്ര അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിന്റെ കൗണ്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ അലോട്ടഡ് ഫോർ ദ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ അലോട്ടഡ് ഫോർ ദ പ്രോസസ് എന്ന് പറയുന്നത്, അലോട്ടഡ് ഓർ അലക്കേറ്റഡ് ഫോർ ദ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 6 + 3 + 2. ഓക്കെ, 6 + 3 + 2. Total allotted for the process is equal to 11. ഓക്കെ, അപ്പൊ ഇനി ഫ്രീ ആയിട്ടുള്ള എത്ര ടേപ്പ് ഡ്രൈവ്സ് ഉണ്ട്? ഫ്രീ ആയിട്ടുള്ള റിസോഴ്സ് എത്ര ഉണ്ട്? ഫ്രീ റിസോഴ്സസ് free resources അഞ്ജലി 2 ആണോ? അതെ, ടോട്ടൽ ടേപ്പ് ഡ്രൈവ്സ് 13 ആണ്.
ഓൾറെഡി എത്ര അലോട്ട് ചെയ്തിട്ടുണ്ട്? ഇത്രയും 11. പ്രോസസ് P1 P2 P3ക്ക് നമ്മൾ ഓൾറെഡി അലോട്ട് ചെയ്ത് കൊടുത്തത് എന്താണ്? അത് മൈനസ് ചെയ്യുമ്പോൾ ഫ്രീ റിസോഴ്സസ് എന്താണ് കിട്ടുന്നത്? 2. ഓക്കെ, ഈ 2 എന്നുള്ളതാണ് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സ്. അപ്പം ഈ സീക്വൻസിൽ ഏത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഏത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ മൊത്തം ഇനി ബാക്കിയുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. അപ്പം ഏതിന് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം? വി ക്യാൻ അലോട്ട് ആ വാല്യൂ ആർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം? പ്രോസസ് P2 അലോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ചാൻസ് കിട്ടുന്ന ആർക്കാണ്? P2 മാത്രമേ. അതായത് ബാക്കി ഏത് പ്രോസസ്സിന് കൊടുത്താലും എന്തുവരും? അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇറ്റ് വെയിറ്റ്സ്, ഡെഡ് ലോക്കിലേക്ക് എത്തും. ഓക്കെ, ബട്ട് ഏത് പ്രോസസ്സിന് അലോട്ട് ചെയ്യാം? പ്രോസസ് 2ന് ഇറ്റ് മീൻസ് 2 മോർ റിസോഴ്സസ് ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള ഫ്രീ റിസോഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ വി ക്യാൻ എക്സിക്യൂട്ട് എന്താണ്? പ്രോസസ് P2. ഓക്കെ, ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതും എന്താണ്? ആ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ ആണ്. ഏത് പ്രോസസ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഏത് സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യും, സേഫ് സ്റ്റേറ്റിൽ ഏത് പ്രോസസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഹിയർ വി ഹാവ് എന്താണ്? only 2 resources is needed by process P2 and already we have എന്താണ്? only 2 resources are free, so process P2 is executed first. Okay, now next എന്താണ്? So process P2 execute ചെയ്ത് കഴിയുമ്പോൾ it releases its resources. അല്ലെ, ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ റിസോഴ്സ് മൊത്തം റിലീസ് ചെയ്യും. സോ റിസോഴ്സ് മൊത്തം റിലീസ് ചെയ്യും പറയുമ്പോൾ അതിന് അലോട്ട് ചെയ്തിട്ടുള്ള അതിന്റെ മാക്സിമം എത്ര റിസോഴ്സസ് ആണ് അതിന് ആവശ്യം? എത്രയായിരുന്നു? 5. 5 റിസോഴ്സസ് റിലീസ് ചെയ്യും. Can you able to get me? Can you able to get me? ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? ഞാൻ ഇത് അൽഗോരിതം വൈസ് ഒന്നും പറയുന്നില്ല, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതില്ലേ? കുഴപ്പമില്ല. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അതായത് പ്രോസസ് P2 ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിലീസസ്, ഒരു എക്സിക്യൂഷൻ കഴിയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ഇറ്റ് റിലീസസ് ഓൾ ദ റിസോഴ്സസ്. ഓക്കെ, ഓൾറെഡി അത് 3 അലോട്ട് ചെയ്തിട്ടുണ്ട്, വീണ്ടും നമ്മൾ 2 അലോട്ട് ചെയ്തു, അങ്ങനെ ടോട്ടൽ 5 കിട്ടിയപ്പോഴാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, സോ വൺസ് ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഇറ്റ് റിലീസസ് ഓൾ ദോസ് 5 റിസോഴ്സസ്. ആ 5 ടേപ്പ് ഡ്രൈവിനെ റിലീസ് ചെയ്യും. ആ 5 ടേപ്പ് ഡ്രൈവിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഏത് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? P1. P1 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി P1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിലീസസ് ഇറ്റ്സ് റിസോഴ്സസ്. അപ്പം എത്ര റിസോഴ്സസ് റിലീസ് ചെയ്യും? 11 റിസോഴ്സസ് റിലീസ് ചെയ്യും. അപ്പൊ പിന്നെ ആർക്ക് എക്സിക്യൂട്ട് ചെയ്യാം? സുഖമായിട്ട് പ്രോസസ് P3 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദിസ് ദ സീക്വൻസ് ഓഫ് എക്സിക്യൂഷൻ, ദാറ്റ് ഇസ് P2, P1 ആൻഡ് P3. ഒരു പെർട്ടിക്കുലർ സിസ്റ്റം സേഫ് സ്റ്റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സീക്വൻസ് ആണ്. ഓക്കെ, അതിന്റെ ഓർഡറിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡ് ലോക്കിലോട്ട് എത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ടോട്ടൽ റിസോഴ്സിന് എത്ര അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ നിന്ന് ഫ്രീ റിസോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിനും ആവശ്യമുള്ള എത്ര റിസോഴ്സസ് ആവശ്യമുണ്ടെന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് ഏത് പ്രോസസ്സിനും ഈ കൗണ്ട് മാച്ച് ആവുന്നുണ്ടോ ആ പ്രോസസ് ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ആ സീക്വൻസിലായിരിക്കും പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ആക്ച്വലി ബാങ്കേഴ്സ് അൽഗോരിതം ആണ്. ബാങ്കേഴ്സ് അൽഗോരിതം ഒരു വലിയ കുറെ സ്റ്റെപ്സുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത്രയും വലിയ സ്റ്റെപ്സും അൽഗോരിതം എഴുതിയിരിക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദിൽ, അറ്റൻഡൻസ്. അഭിജിത്ത്. Present, miss. അക്ഷര. Present, miss. അഞ്ജലി ഉണ്ട്. അഞ്ജു. ആന്റോ. Present, miss. അപർണ.
Present, Miss. Aparna Pratap. Aravind. Miss, present. Arav. Present, Miss. Arjun. Present, Miss. Bichu. Present, Miss. Jeevan. Joseph. Present, Miss. Krishnaraj. Present, Miss. Madhav. Present, Miss. Maria. Present, Miss. Merlin. Present, Miss. Mubin. Present, Miss. Hafiz. Rubin. Present, Miss. Najma. Present, Miss. Naurin. Present, Miss. Parvati. Present, Miss. Sandra. Present, Miss. Sri Prasad. Miss. Shruti. Vishnupriya. Present, Miss. Ajina. Akhil. Is present. Josmi. Present, Miss. ഓക്കെ, ആബ്സെന്റ് ഈസ് ആദിൽ, ഹാഫിസ്, അജീന. ഒരു കാര്യം, കമ്പൈലറിന്റെ മാർക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഈ അറ്റൻഡൻസ് കുറവുള്ളവര് നിങ്ങളുടെ കാര്യം ഒന്ന് നോക്കുക. അറ്റൻഡൻസ് കുറവുള്ളവര് സബ്ജക്ട് വൈസ് 75% ആവശ്യമാണ്, അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതിനനുസരിച്ച് അവേഴ്സ് അറ്റൻഡ് ചെയ്യാണ്ട് അറ്റൻഡൻസ് കിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ജോസ്ഫിൻ. മറ്റേ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തോളൂ. ബിടെക്കിന്റെ ജിടെക്കിന്റെ മിക്കതും ചെയ്തു, ടാസ്ക് ഹോൾഡ് ചെയ്തു. ഇനി വർക്ക്ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. വർക്ക്ഷോപ്സ് ഒന്നും വന്നിട്ടില്ല അതിനുശേഷം? ഇല്ല, ഫ്ലട്ടർ തീർന്നു, ഇനി അതിന്റെ അസൈൻമെന്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇനി ഒന്നും വന്നിട്ടില്ല, വരുമായിരിക്കും. ഫ്ലട്ടറിന്റെ എത്ര പേർക്ക് ചാൻസ് കിട്ടി നമ്മുടെ കോളേജിൽ നിന്ന് അറിയോ? എത്ര പേർക്കും അറിയത്തില്ല മിസ് കൃത്യമായിട്ട്. ആണോ, നിങ്ങൾക്കൊക്കെ കിട്ടിയോ? കിട്ടിയായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒന്ന് കളക്ട് ചെയ്തോ, ആർക്കൊക്കെയാ കിട്ടിയിട്ടില്ല എന്നുള്ളത്? ചെയ്യാം മിസ്സേ. ഓക്കെ. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് അവരവരെ ക്ലാസ്സിൽ നിന്ന് എത്ര പേർക്കാണ് ആ വർക്ക്ഷോപ്പിന് ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ പറ കേട്ടോ. എന്നിട്ട് ആ ലെറ്റർ എനിക്ക് തന്നാൽ മതി. എട്ടിന്റെ അടുത്തും അശ്വിന്റെ അടുത്തും പറയാൻ മതി. ഓക്കെ ജോസ്. ഓക്കെ.
Just think for a second. How many species of animals have gone extinct since the beginning of time? Many of them were simply amazing. Alas, most of these animals can now only be seen as computer models, nothing else. Today, you'll see the last minutes of a long extinct animal. Learn how humans communicate in just one word and how nature heals wounds after a destroying war. Let's go. Everyone seems to have cameras today. All you have to do is swipe your finger on the screen of your smartphone and there it is. But imagine how cool it would have been if they'd appeared in another time. If cameras had been invented a couple of centuries sooner, how many things we could see almost with our own eyes. But cameras used to be too, let's just say they weren't particularly portable. The very first photo took 8 hours, and the image had to remain still. How about that for a selfie? Just don't blink, I'll put a timer on. Anyway, to hell with the first picture. Look at this. The world first saw a camera like this in 1900 and was probably very surprised. The weight is 640 kilograms. That's like a medium-sized white shark. Well, you can see the size yourself. Imagine walking around with such a device. Take a picture of me by that tree. Of course, dear. Let me bring the bulldozer. For a long time, photos were a luxury because cameras were only used for something important. This gigantic thing was created specifically to take a picture of the Alton Limited train for the 1900 World's Fair in Paris. And there were also video cameras. All footage of this time is a real rarity. But these are the Arkenstone in the Gnome Treasury. You're looking at the last footage of Titanic. I don't even know what amazes me more. The fact that this footage even exists, or the fact that most of the people you see in the footage died in the freezing water just days later, including Captain Edward John Smith. You could say that right now you're looking into the eyes of a man in his final hours. The captain's body was never found. It's creepy. However, the story of the thylacines looks no less grim. The thylacine you can see now is called Benjamin, or rather it was called this. It's the last of the thylacines, uniquely endemic to Australia. These mammals have been through a lot. They were known to the local aborigines as early as 1000 BC, but couldn't survive uncontrolled hunting by humans. Okay, we can't say that the thylacines themselves were harmless cuties. They stole farmers' sheep, ate birds, and even animals caught in traps. The incredible ferocity and bloodthirstiness of the thylacine was legendary, and there was a bounty on their heads. About 80 years ago, the government put a very high price on his head, and then the story changed dramatically. So the result was quite predictable. This video, taken in 1935 at a private zoo, is the last footage of Benjamin's life. On September 7th, 1936, he died, and scientists officially declared its species extinct. All we're left with is sad footage of a wild animal trapped in a cage. End of story. But really, things aren't so unambiguous with the thylacines. Since the mid-20th century, the species has been considered extinct. Or has it? And I personally believe that it does still exist. Theoretically, a few individuals could survive somewhere in the backwoods of Tasmania and then gradually increase the population. Every now and then, there are eyewitnesses who report seeing a thylacine with their own eyes. Some even manage to catch it on video. As it should be in such situations, it's terrible quality. Well, I don't know. There are just so many unusual animals in Australia, it could have been anything. Maybe somebody's dog or a bald-headed dingo. Okay, the video could still qualify as proof, but this? Do you have a thylacine? No, much more better. A drawing of a thylacine. What about ancient people? Something better. The footprints of ancient people. Okay. This is an incredibly cool find. In May 2013, a storm washed away some of the soil on the beach at Happisburgh in Norfolk and exposed mysterious depressions. They appeared suspiciously similar to human footprints, and scientists rushed to take several pictures from different angles before the ground eroded away. Analysis in the lab confirmed that our ancestors had indeed walked here. Very, very distant ancestors. Scientists were even able to estimate the height and weight of the people who left the footprints. It seems that a small group of adults and children between 90 and 170 centimeters tall walked along the mud flats of the river mouth. Then researchers dug deeper, analyzed pollen in the sediment layers, and dated the prints. They appear to have been left between 850,000 and 950,000 years ago. They're the oldest human footprints outside of Africa. It's very difficult to imagine these people, or any distant ancestors for that matter, what they look like.
Well, probably not very good. How'd they move? What'd they eat? How did they communicate? Really? Alas, you can hardly simulate the voice of a man with only a couple of pieces of skull left. An Egyptian priest is